എല്ലാവർക്കും നമസ്കാരം. യേശു പഠിപ്പിച്ച എന്നാൽ വളരെ ഗൗരവമേറിയ ഒരു ഉപമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വലയുടെ ഉപമ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെയൊക്കെ നിത്യതയെക്കുറിച്ചും ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണിത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഉപമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എല്ലാത്തിൻ്റെയും അവസാനത്തെക്കുറിച്ചാണ്. ഒരു ഫൈനൽ ജഡ്ജ്മെന്റിനെക്കുറിച്ച്, നമ്മുടെയൊക്കെ നിത്യമായ ഭാവിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപമയാണിത്. അതെ, അതുകൊണ്ടുതന്നെ ഈ ഉപമയുടെ വിഷയം ശരിക്കും സീരിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ പിന്നൊരു മാറ്റവുമില്ല, ഒരു റീചെക്കിങ്ങുമില്ല, എല്ലാം ഫൈനലാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോ ഇതാണ് ആ ഉപമ. ഒരു വലിയ കടൽ, അതിലേക്കൊരു വലയെറിയുന്നു, അതിൽ പലതരം മീനുകൾ കുടുങ്ങുന്നു. അവസാനം ഒരു വേർതിരിക്കൽ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ ഉള്ളിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ഭാവിയെയും കുറിച്ചുള്ളൊരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമുക്കിതിന്റെ ഓരോ ഭാഗവും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഉപമ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട 2 സിമ്പിൾസ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഒന്ന് സമുദ്രം, പിന്നെ വല. ഇവ രണ്ടും യഥാർത്ഥത്തിൽ എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഉപമയിൽ കാണുന്ന ആ വലിയ സമുദ്രമില്ലേ, അത് ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. ലോകത്തെയും അതിലുള്ള കോടിക്കണക്കിന് മനുഷ്യരെയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കടലിൽ എത്ര തരം ജീവികളുണ്ടാകും. അതുപോലെ എത്രയോ വൈവിധ്യമുള്ളവരാണ് ഈ ലോകത്തിലെ മനുഷ്യരും, അല്ലേ? അങ്ങനെ ലോകമാകുന്ന ആ കടലിലേക്കെറിയുന്ന വലയാണ് സുവിശേഷം, അതായത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം. ഈ വലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ആരെയും അങ്ങ് മാറ്റി നിർത്തുന്നില്ല. അതിന്റെ വിളി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലേക്കും ഒരുപോലെ എത്തുന്നു. ശ്രദ്ധിക്കണം, ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷമാകുന്ന വല എല്ലാവരെയും ഒരുപോലെയാണ് ക്ഷണിക്കുന്നത്. പക്ഷേ ആ വലയുടെ ഉള്ളിൽ കുടുങ്ങി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടണം എന്നില്ല. ഏറ്റവും പ്രധാനം, ഹൃദയത്തിൽ ശരിക്കും ഒരു മാറ്റം വരണം. അതാണ് വേണ്ടത്. അപ്പോ ഇവിടെയാണ് ഈ ഉപമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് വരുന്നത്. വലയുടെ ഉള്ളിൽ നോക്കിയാൽ നല്ല മീനും ചീത്ത മീനും ഒരുമിച്ചാവും കിടക്കുന്നുണ്ടാവുക. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. മനുഷ്യർ കാണുന്നത് നമ്മുടെ പുറമേയുള്ള ഭക്തിയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്, നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്കാണ്. ഉപമയിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? വല നിറഞ്ഞതിനു ശേഷമാണ് അത് കരയിലേക്ക് വലിക്കുന്നത്. ഈ വല നിറയുന്ന സമയമെന്നു പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്. അതായത് തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് അവസരം കിട്ടുന്ന സമയം. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഒരുമിച്ച് കൂട്ടുന്നതിന്റെ സമയമാണ്, വേർതിരിക്കുന്നതിന്റെ സമയമല്ല. ആ വേർതിരിവ് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷമാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും തിരഞ്ഞെടുപ്പുകൾ നടത്താനുമുള്ള സമയം. അപ്പോൾ ഇത് വളരെ വ്യക്തമായി ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അത് കൃപയുടെ കാലമാണ്. നമുക്ക് മാനസാന്തരപ്പെടാനും ദൈവത്തിലേക്ക് തിരിയാനും അവസരമുള്ള സമയം. ദൈവം ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്ന സമയം. പക്ഷേ നാളെ ആ സമയം കഴിഞ്ഞിരിക്കും. അന്ന് ന്യായവിധിയുടെ ദിവസമായിരിക്കും. ശരി, ഇനി നമുക്ക് ഈ ഉപമയുടെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് വരാം. ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം. വല കരയിലേക്ക് വലിച്ചു കയറ്റുന്ന ആ നിമിഷം, ആ വേർതിരിവിന്റെ ദിവസം. വല കരയിലേക്ക് അടുപ്പിക്കുന്നു എന്ന് പറയുന്നത് കാലത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്, പിന്നെ ഫൈനൽ ജഡ്ജ്മെന്റ്. അന്ന് ഈ ലോകത്തിലെ എല്ലാ കണക്കുകളും തീർപ്പാക്കപ്പെടും. ഒന്നും ബാക്കിയുണ്ടാവില്ല. ഈ വേർതിരിക്കുന്ന പ്രോസസ് വളരെ കൃത്യമാണ്. അതിനൊരു ഓർഡറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വേർതിരിവ് നടത്തുന്നത് മനുഷ്യരല്ല, ദൈവത്തിന്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പക്ഷപാതത്തിനോ തെറ്റുകൾക്കോ യാതൊരു സാധ്യതയുമില്ല. ഈ വേർതിരിവിന്റെ ഗൗരവം യേശു തന്നെ ഒരു മയവുമില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറുമൊരു കഥയല്ല, അല്ലെങ്കിൽ ഭാവനയല്ല. ഇത് നമ്മുടെ നിത്യമായ ഭാവിയെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ നമ്മൾ അതിന്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടി തന്നെ കേൾക്കണം. പക്ഷെ അന്നോർക്കണം, ന്യായവിധിയെക്കുറിച്ചുള്ള ഈ മെസ്സേജ് നമ്മളെ പേടിപ്പിക്കാനുള്ളൊരു ഭീഷണിയല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മളെ സ്നേഹത്തോടെ ഒരുക്കാനുള്ളൊരു മുന്നറിയിപ്പാണ്. അല്ലേ? ഒരപകടം വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് കൊടുക്കില്ലേ? അത് സ്നേഹം കൊണ്ടല്ലേ? അതുപോലെയാണിത്. അപ്പോ
ഈ ഉപമയുടെ സന്ദേശം അവസാനമെത്തുന്നത് നമ്മൾ ഓരോരുത്തരിലുമാണ്. ഇത് നമ്മളോട് സ്വയം ചില കാര്യങ്ങൾ ചോദിക്കാൻ പറയുകയാണ്. ഒരു ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ വളരെ സത്യസന്ധമായിട്ട് ചോദിക്കണം. ഞാൻ ഈ വലയുടെ ഉള്ളിൽ പെട്ടുപോയ ഒരാൾ മാത്രമാണോ? അതോ ഞാൻ ശരിക്കും ദൈവത്തിൻ്റെതാണോ? എന്റെ വിശ്വാസം വെറും പുറമേയുള്ള ഒന്നാണോ? അതോ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ? ഇതിനൊരു മാറ്റം വരുത്താൻ ഞാൻ ഇന്ന് തയ്യാറാണോ? ഓർക്കുക, മാറ്റം വരുത്താനുള്ള സമയം നാളെയല്ല, അതിന്നാണ്, ഈ നിമിഷം. അതെ, ഇതാണ് ഈ ഉപമയുടെ ഏറ്റവും പവർഫുള്ളായ സന്ദേശം. അവസാനം നീ എവിടേക്ക് പോയി എന്നായിരിക്കില്ല ചോദ്യം, മറിച്ച് നീ ആരായിരുന്നു എന്നായിരിക്കും. നമ്മൾ ഏത് പള്ളിയിൽ പോയി പുറമേക്ക് എന്തൊക്കെ ചെയ്തു എന്നതിലുപരി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരായിരുന്നു എന്നതിനാണ് പ്രാധാന്യം. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മുടെ ഉള്ളിലെ ആൾ, അതാണ് നിത്യതയിൽ കണക്കാക്കപ്പെടുന്നത്.